ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ഹോസ്പിറ്റലിൽ അപകടാവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. ദേവയാനിയുടെ രക്തം മുഴുവൻ മാറ്റി എങ്കിൽ മാത്രമേ ഉള്ളൂ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഓർഗൻസിനെയും അതെല്ലാം ബാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആദർശിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ഉടനെ തന്നെ അമ്മയുടെ ബ്ലഡ് മുഴുവൻ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഓർഗൻസിനെ കൂടി അത് ബാധിക്കും, അവയുടെ എല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പ് ഒരു റെയർ ഗ്രൂപ്പാണ്, അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ അവൈലബിൾ അല്ല. മറ്റെവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഒക്കെ അന്വേഷിച്ചാൽ അങ്ങനെ ഒരു ബ്ലഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വേണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പം അത്ര റയർ ഗ്രൂപ്പ് കിട്ടാൻ അത് നിങ്ങൾ അന്വേഷിക്കും, ഉടനെ കിട്ടും, നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ വേണം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് നയനയോട് കാര്യം സംസാരിക്കുകയാണ്. നയനെ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ്, അങ്ങനെ ബ്ലഡ് ബാങ്കിലൊന്നും കിട്ടാനില്ല. നമ്മുടെ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ആ ബ്ലഡ് ഗ്രൂപ്പ് ഇനി നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നയന ചോദിക്കുകയാണ് അത് ഏതാണെന്ന്. ഏത് ഗ്രൂപ്പാണെന്ന് കേൾക്കുമ്പോൾ നയന അത്ഭുതത്തോടു കൂടി പറയാണ്, ആദർശേട്ടാ, ഇതിനാണോ ആദർശേട്ടൻ എല്ലായിടത്തും മെസ്സേജ് ഇട്ടതും അന്വേഷിച്ചതും ഒക്കെ? ഈ ബ്ലഡാണല്ലോ എൻ്റെയും, അതുകൊണ്ട് ഞാൻ കൊടുക്കാം അമ്മയ്ക്ക് വേണ്ട രക്തം, എത്ര വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എന്തായാലും അതൊരു ഭാഗ്യമായിപ്പോയി. ഒരു റെയർ ഗ്രൂപ്പാണ് എൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും, അതുകൊണ്ട് ആ കാര്യത്തിലെ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോൾ ആദർശേട്ടൻ എങ്ങും അന്വേഷിക്കേണ്ട, ഞാനത് കൊടുത്തോളാം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാൻ, ഓ നന്നായി, എവിടെയെല്ലാം അന്വേഷിച്ചു, നിന്നോട് മാത്രം ഞാൻ ചോദിച്ചില്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാണ്. ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ അറിയിക്കുകയാണ് കേട്ടോ. ബ്ലഡിന് വേറെങ്ങും അന്വേഷിക്കേണ്ട, നയനയുടെ ബ്ലഡും അമ്മയുടെ ബ്ലഡും തമ്മിൽ മാച്ചാണ് എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആഹാ, കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ, മരുമകളുടെ രക്തം തന്നെ അമ്മയമ്മയുടെ ശരീരത്തിലേക്ക് കയറട്ടെ അല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശനും നയനയ്ക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നയനയുടെ ബ്ലഡ് എടുത്ത് ദേവയാനിയുടെ ഫുൾ ബ്ലഡും മാറ്റിയിട്ട് നയനയുടെ ബ്ലഡ് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു അപകടാവസ്ഥയൊക്കെ തരണം ചെയ്ത് കിടക്കുകയാണ് ദേവയാനി. പക്ഷേ രക്ഷപ്പെടുമെന്നോ ഒന്നും പറയാറായിട്ടില്ല എന്ന് ഡോക്ടർ പറയുകയാണ്. പക്ഷേ നയനയുടെ രക്തമാണ് മാറ്റി കയറ്റിയിരിക്കുന്നത് എന്നുള്ളത് ദേവയാനിയും അറിയുന്നില്ല. അതിനൊക്കെ ശേഷം ദേവയാനിയുടെ ഓർഗൻസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ബ്ലഡ് മാറ്റുന്നൊക്കെയുണ്ട്. അങ്ങനെയായിട്ട് കുറേ പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ദേവയാനി നോർമലായിട്ടൊക്കെ വരികയാണ് കേട്ടോ. വലിയ അപകടാവസ്ഥയൊക്കെ തരണം ചെയ്യും, പക്ഷേ കുറച്ച് നാൾ കിടപ്പിലായി പോവാണ് ദേവയാനി. അങ്ങനെ ദേവയാനിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ ഡോക്ടർ പറയാണ്. ഇനിയിപ്പം ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, വീട്ടിൽ പോയി നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, ഒരു ഹോം നേഴ്സിനെ എന്തെങ്കിലും നിർത്താം അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതെ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോഴും നയന പറയുന്നുണ്ട്, ഹോം നേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ ഇത്രയും പെണ്ണുങ്ങളില്ലേ, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം അമ്മയുടെ ഒരു കാര്യത്തിനും ഒരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴും ദേവയാനി ഇങ്ങനെ ഒരു മരിച്ച അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. എണീറ്റ് നടക്കാനോ സ്വയം ഒന്നും ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം പോലും വേണമെങ്കിൽ അത് നയന എടുത്ത് കൊടുക്കേണ്ടതായിട്ടാണ് ദേവയാനിക്ക്. അങ്ങനെയൊക്കെ നയന എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ ദേവയാനിയുടെ. അപ്പോൾ ദേവയാനി സ്വയം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, നയനയുടെ ബ്ലഡാണല്ലോ എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് എന്ന്, അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു കുറവുമില്ലാതെ നയന നോക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ദേവയാനിയെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരികയാണ്. ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും അനന്തപുരിയിൽ വച്ചും നയനയാണ് നോക്കുന്നത്. ഒരു കുറവുമില്ലാതെ ദേവയാനിയുടെ കൂടെ കിടക്കുകയും കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ദേവയാനിക്ക് മനസ്സിൽ നയനയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. മാത്രമല്ല നയനയോടുള്ള ദേഷ്യമെല്ലാം അലിഞ്ഞു പോവുകയാണ്. പോരാത്തതിന് അനാമികയും രേവതിയൊക്കെ അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പറയുന്ന കുത്തുവാക്കുകളും കളിയാക്കലുകളും ഒക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ദേവയാനിക്ക് മനസ്സിലാകുകയാണ്, മറ്റുള്ളവരുടെ എല്ലാ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയെടുക്കുകയാണ് ദേവയാനി. ജലജ പറയുന്നുണ്ട്, ഇതൊന്നും വന്നാൽ പോരാ ഇടത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ചാലേ ആദർശിൻ്റെ അതിനോടുള്ള കുശുമ്പിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരും, അയ്യപ്പനോടൊക്കെ കളിച്ചതല്ലേ എന്ന് പറയണം. അപ്പോൾ അനാമികയും രേവതിയും കൂടി പറയുന്നതും കേൾക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. എന്തായാലും
ഇവർക്ക് വന്നതിനും പ്രശ്നമൊന്നുമില്ല, ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു. നവ്യക്കിട്ട് വെച്ചത് ഇവരുടെ തലയിലായതും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ദേവയാനിക്കൊന്ന് പ്രതികരിക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. അതുപോലെ വയ്യാത്ത അവസ്ഥയിലാണ്. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ ദേവയാനി അങ്ങനെ വയ്യാത്ത അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അപ്പം ദേവയാനി രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും. അതുകൊണ്ട് തന്നെ അധികാരങ്ങളൊക്കെ അവിടെ എടുക്കുകയാണ്. നയനെ അങ്ങ് ഭരിക്കാൻ ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ജലജയും ജാനകിയും അനാമികയും ഒക്കെ. അതൊക്കെ കാണുമ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഒന്നും പ്രതികരിക്കാൻ ദേവയാനിക്ക് പറ്റുന്നേയില്ല. അങ്ങനെ നയനെ എല്ലാ കാര്യത്തിലും ചീത്ത പറഞ്ഞുകൊണ്ടേ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം ദേവയുടെ മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ദേവയാനിക്ക് അസുഖം മാറുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം നയന അതുപോലെ കെയർ ചെയ്ത് അതുപോലെ നോക്കി എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ദേവയാനിയുടെ അസുഖത്തിന് മാറ്റം ഉണ്ടാകുകയാണ്. അങ്ങനെ ദേവയാനി സംസാരിക്കാൻ തുടങ്ങുകയാണ്. പതുക്കെ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങുകയാണ്. ഈ സമയത്ത് മറ്റുള്ളവർ ജലജയും അനാമികയും ഒക്കെ പറയുന്നുണ്ട്, വല്യമ്മ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി, ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് സോപ്പിട്ട് നിൽക്കാം. ഇത്രയും നാളും ഓർത്തത് ഇവർ എണീക്കില്ല എന്നാ, ഇപ്പാണ്ട് അവൾ അതുപോലെ നോക്കിയത് കൊണ്ടല്ലേ എണീറ്റ് നടക്കുന്നത് എന്ന് അനാമിക പറയുക. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, ശരിയാ, അവൾ അമ്മായിമ്മയുടെ അടുത്തുനിന്ന് മാറാതിരുന്ന് നോക്കുമായിരുന്നു. ആ നോട്ടത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഏടത്തി എണീറ്റ് നടന്നത്. ഇല്ലെങ്കിൽ ഇപ്പം ആ കിടപ്പിൽ അങ്ങ് പോയേനെ. ഞാൻ ഓർത്ത് രക്ഷപ്പെടില്ല എന്ന്. എന്തോരധികാരം അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും പിന്നെ ദേവയാനിയെ കുറച്ചൊക്കെ പേടിച്ചു തുടങ്ങുകയാണ് കേട്ടോ. ദേവയാനി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആകാനൊക്കെ തുടങ്ങുമ്പോഴേക്കും ഇവരങ്ങ് കയറി പിടിക്കുകയാണ് ദേവയാനി. നയനയുടെ കുറ്റവും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചെല്ലുന്നത്. അങ്ങനെ ചെന്നിട്ട് അനാമിക പറയാണ്, വല്യമ്മയ്ക്ക് സുഖമായല്ലോ, വല്യമ്മ നടക്കാനൊക്കെ തുടങ്ങി. എൻ്റെ മനസ്സിൽ എന്ത് വിഷമായിരുന്നെന്നറിയോ വല്യമ്മ ഈ കിടപ്പ് കിടന്നപ്പോൾ? എന്തൊരു കിടപ്പായിരുന്നത്, അത് കാണാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. അതാ ഞാൻ വല്യമ്മയുടെ അടുത്തേക്ക് അങ്ങനെ വരാതിരുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഉടനെ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ജലജിയും വന്നിട്ട് പറയാണ്, അതേ ഏട്ടത്തി, എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലായിരുന്നു. ഏടത്തിയുടെ ഈ കിടപ്പ് എങ്ങനെ ഓടി നടന്ന് ഏടത്തിയാ ഈ കിടപ്പ് കിടന്നപ്പോഴേക്കും എനിക്കതിനൊന്നും കാണാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ മുറിയിലേക്ക് പോലും വരാറില്ല എന്ന് പറയുകയാണ് കേട്ടോ ജലജ. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ട് ജലജി. അതിനൊക്കെ ശേഷം അനാമിക പറയാണ്, ദേ ഇവള് കാരണമാണ് അമ്മയ്ക്ക് ഈ വല്യമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത്. ഇവളെ ആ പാലിൽ വിഷം ചേർത്ത് വെച്ചതാ വല്യമ്മയെ വീഴ്ത്താനായിട്ട്. ഇവളുടെ ഹണിമൂൺ മുടക്കിയില്ലേ ആ വൈരാഗ്യത്തിന്, അത്രയ്ക്ക് ദുഷ്ടയാ. എൻ്റെ വല്യമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ദേ ഇവൾ ഒരുത്തിയാ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ജലജയും പറയാം, ശരിയാ, ഒന്നെങ്കിൽ ഇവളുടെ ചേച്ചിക്ക് കലക്കി വെച്ചതാ, അല്ലെങ്കിൽ ഏടത്തിക്ക് തന്നെയാ. ഏടത്തിയോടായിരുന്നു അവൾക്ക് ദേഷ്യവും ശത്രുതയും എല്ലാം. അത് തീർക്കാൻ വേണ്ടി പാലിൽ വിഷം കലക്കി വെച്ച് ഏടത്തിയെ വീഴ്ത്തിയിട്ട് സോപ്പിട്ട് കൂടെ കൂടിയിരിക്കുക. എല്ലാ വിധത്തിലും എല്ലാം അങ്ങ് സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് എന്തൊരു ശുശ്രൂഷയായിരുന്നു, എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു. പെരും കള്ളി. ഏടത്തി, ഇവളെ ഉടനെ തന്നെ ഇവിടുന്ന് ഈ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം നമുക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമികയും പറയുന്നുണ്ട്, ശരിയാ, ഇവളിവിടെ ഉള്ളിടത്തോളം കാലം ഇനിയും ഇവിടെ ജീവിക്കാൻ നമ്മളൊക്കെ പേടിക്കണം. എപ്പോഴും ഇനി അടുത്ത വിഷം ആർക്കാ കലക്കി തരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവയാനി പറയാം, നിർത്തടി, നീയൊക്കെ എന്താ വിചാരിച്ചത് ഞാൻ മലിച്ചു കിടക്കുകയാണെന്നോ? എനിക്ക് ഉള്ളിൽ ബോധം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം എനിക്കറിയാം. നയന ആരാണെന്നും നിങ്ങൾ ആരാണെന്നും എനിക്ക് മനസ്സിലായി. ഈ വീട്ടിലെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് നിങ്ങളെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഇനി നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുത്തിയും വരരുത്. നയന എൻ്റെ മരുമകളാണ്. നയനയുടെ രക്തമാണ് എൻ്റെ സിരകളിൽ ഇപ്പോൾ ഓടുന്നത്. അത് നീയൊന്നും മറന്നു പോകരുത്. ഇനി നയനയെ കുറ്റപ്പെടുത്താൻ ഒരുത്തിയും എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുതെന്ന് പറയാണ് കേട്ടോ ദേവയാനി അനാമികയോടും അതുപോലെ ജലജയോടും ജാനകിയോടും ഒക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്